ഞാൻ എല്ലാവരെയും പോലെ വന്നിരുന്ന് റിവ്യൂ പറയാൻ പറ്റൂ. ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് പറയും, ചിലർ പേടിക്കും. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു മാസീവ് PR അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മാസീവ് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, ചിലർ റിവ്യൂ ചെയ്യില്ല, ചിലർ ഉണ്ണിമുന്തം പടം വരുമ്പോഴത്തേക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോവും. അപ്പൊ ഉണ്ണിമുകുന്ദം പടം അത് നിങ്ങൾ ഒന്നൊന്ന് ശ്രദ്ധിച്ചോണോ? അതെ പറഞ്ഞു വെച്ചത് കണ്ടല്ലോ. ഉണ്ണിമുകുന്ദം പടം ഇറങ്ങുമ്പോ ചിലർ നല്ലത് മാത്രം പറഞ്ഞിട്ടങ്ങ് പോവുകയെന്ന്. അപ്പൊ ഇന്നലെ അണ്ണൻ ഒഴിച്ച് ബാക്കി റിവ്യൂ ചെയ്ത ആളുകൾ എല്ലാവരും ഉണ്ണിമുകുന്ദനെ പേടിച്ചിട്ട് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോയതെന്നാണോ അണ്ണൻ പറഞ്ഞു വെക്കുന്നത്? അല്ല, മനസ്സിലാവുന്നില്ല. അണ്ണന്റെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ല. എല്ലാവരും പോസിറ്റീവ് പറഞ്ഞപ്പോൾ അണ്ണൻ ഒറ്റപ്പെട്ടു പോയി. ഡോണ്ട് ടേക്ക് മൂവീസ് ബൈ പേഴ്സണൽ ഗ്രഡ്ജ്. ഇങ്ങനെ ഓരോ അല്പന്മാർ. ഒരു ഓവറുമില്ല, പടം കണ്ടു, സൂപ്പർ. ഏറിൽ കയറിയാലും തെറിവിളി കേട്ടാലും സാരമില്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ മതിയെന്ന് വല്ലാത്തൊരു ജന്മം തന്നെ. ചേട്ടന്റെ അപ്രിസിയേഷൻ ആർക്കും ആവശ്യം ഇല്ല. കുറച്ചു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ഖത്തറിലുള്ള വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണന്റെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് തന്നു. അപ്പൊ ഇത് ഇവൻ ഷെയർ ചെയ്ത് തരുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഫസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ സീക്രട്ട് ഏജന്റ് താങ്ങിയിട്ടുണ്ട് നിനക്കിട്ട്. ഞാൻ പറഞ്ഞ സീക്രട്ട് ഏജന്റ് താങ്ങിയാ, എന്റെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോടാ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അളിയാ അത് നീ പേടിക്കണ്ട, ഒരു കാരണവശാലും നമ്മുടെ കുരുട്ടുബുദ്ധിക്കാരൻ സീക്രട്ട് ഏജന്റ് നിന്റെ പേര് പറഞ്ഞ് നിന്നെ പ്രൊമോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ സീക്രട്ട് ഏജന്റ് പ്രൊമോട്ട് ചെയ്ത് എനിക്കൊരു മാങ്ങാണ്ടി ആവണ്ട. അല്ലാതെ ഞാൻ അണ്ണനിട്ട് കൊടുത്ത് ഞാൻ ആയാ മതി എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. എന്തിനാണേ അവന്റെ വായി ഇനിയിപ്പോ നാട്ടുകാർ വിചാരിക്കും ഞാനും അവനെ പോലെയാണ്. അതുകൊണ്ട് അത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, മാർക്കോ എന്ന സിനിമയുടെ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ട് സായി ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടൊന്ന് ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സായിയുടെ വീഡിയോയിൽ എന്റെ പേര് പറയാതെ തന്നെ സായി ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് പരാമർശം നടത്തുന്നുണ്ടായിരുന്നു. അതായത് എടുത്തു വെച്ച് താങ്ങിയടേ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കാര്യം സായി പറഞ്ഞത്, എനിക്ക് എന്റെ അറിവിൽ ഞാൻ മാത്രമേ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ആരും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതായത് ഈ ടൈം ഡ്യൂറേഷൻ സായിയുടെ വീഡിയോയിൽ നിന്ന് സായി അത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലെ രാത്രിയിൽ സായി വേറൊരു സിനിമയുടെ റിവ്യൂ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ തംബ്നെയിലാണ് ഈ കാണുന്നത്. 9 മിനിറ്റ് 22 ആണ് ആ ഒരു പടത്തിന്റെ റിവ്യൂ ഉള്ളത്. സായിയും സായിയുടെ കൂടെ നമ്മുടെ കൂട്ടുകാരനും ഇരിപ്പുണ്ട്, രണ്ടുപേരും കൂടെയാണ് റിവ്യൂ ചെയ്തേക്കുന്നത്. എന്നിട്ട് 9 മിനിറ്റേ ഉള്ളൂ റിവ്യൂ. അതിനു മുമ്പ് ഹെലോ മമ്മി എന്ന് പറയുന്ന പടത്തിന്റെ റിവ്യൂ ചെയ്തതാണിത്. 13 മിനിറ്റ് 41. അതും കൂട്ടുകാരനും കൂടെ ഇരുന്നിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരെണ്ണം മറ്റേ അമരൻ 8 മിനിറ്റ്. അപ്പൊ വേറൊരു കൂട്ടുകാരൻ ഇരിപ്പുണ്ട്, പക്ഷെ അയാൾ അധികം സംസാരിക്കുന്നൊന്നുമില്ല. ജിത്തുബായി അല്ല കേട്ടോ, വേറൊരു ഫ്രണ്ടാണ്. പിന്നെ ലക്കി ഭാസ്കറിന്റെ അതും 9 മിനിറ്റ്. ഇതപ്പം ഞാൻ എന്തിനാ കാണിച്ചു തന്നേന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. വേറൊന്നും കൊണ്ടല്ല, സായി പറയുന്നു എന്റെ ഇഷ്ടമല്ലേ ഞാൻ 21 മിനിറ്റ് ചെയ്യും, അത് ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കും, ജിത്തുബായി ഞങ്ങൾ രണ്ടുപേരും പെർസ്പെക്റ്റീവ് പറയും, അപ്പൊ അങ്ങോട്ട് സമയമൊക്കെ ചിലപ്പോൾ കൂടിപ്പോകും എന്നൊക്കെ ഈ അണ്ണൻ പറയുന്നത് കേട്ടു. അണ്ണാ നിങ്ങൾ രണ്ടുപേരും ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താ ആ സമയത്തൊന്നും സമയം അങ്ങോട്ട് കൂടാഞ്ഞ്? ഇത് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ അവിടെയും ചവിട്ടി അവിടെയും ചവിട്ടി സംസാരിക്കുമ്പോൾ നീണ്ടു പോവണ്ണ. ഓക്കെ, പിന്നെ ഇനി അണ്ണന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അണ്ണന്റെ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ട് ഞാൻ ഇനി സംസാരിക്കാം. പിന്നെ വീഡിയോയിൽ കാണിക്കാത്തൊരു കാര്യമായിരുന്നു, വീഡിയോയുടെ അണ്ണൻ പറഞ്ഞ ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം അങ്ങ് പറഞ്ഞത്. അണ്ണ ജനങ്ങള് പൊട്ടന്മാരല്ല അണ്ണ, മനസ്സിലായില്ലേ? നിങ്ങൾ ചിലപ്പോൾ നമ്മളെയൊക്കെ പൊട്ടന്മാരെന്ന് വിളിച്ചു, കാണുന്ന എല്ലാവരും അങ്ങ് പൊട്ടന്മാരാണ്, നിങ്ങൾ മറ്റേ ബ്രില്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. തെറ്റ് പറ്റും, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തെറ്റ് പറ്റും. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാ പോവുക. അണ്ണൻ പ്രതീക്ഷിച്ച് കാണത്തില്ല, എനിക്ക് തോന്നുന്നു അണ്ണൻ അതൊന്നും ഇന്നലെ ആദ്യമേ റിവ്യൂ ഇട്ടല്ലേ, അണ്ണൻ വിചാരിച്ച് കാണത്തില്ല ബാക്കി എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പോസിറ്റീവ് അങ്ങോട്ട് പറയുമെന്ന്. അതുകൊണ്ടാണ് അണ്ണൻ, പിന്നെ അണ്ണന് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ല കേട്ടോ ഉണ്ണിമോഹനോട്, നിങ്ങൾ ആരും അങ്ങനെ പറയല്ലേ, പാവാണ് എൻ്റെ അണ്ണൻ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ വീഡിയോ ഞാനത് ചെയ്തപ്പോഴത്തേക്ക് ഏതോ ഒരു സ്ഥലത്ത് മാത്രം, ഞാൻ ആ ഒരു പോർഷൻ പോലും ഇനി വീണ്ടും എടുത്ത് പറയുന്നില്ല, ഒരു പോർഷനിൽ ഞാൻ കുറച്ച് ഓവർ ആയതുപോലെ എനിക്ക് തോന്നി. കാരണം സായിയെ പറഞ്ഞ് ഞാൻ കുറച്ച് ബാക്കിലേക്ക് പോയി ഒരു സാധനം എടുത്തിട്ടു, അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. അപ്പം അതിന് ഞാൻ കാണുന്ന നിങ്ങളോടും സായിയോടും ഞാനൊരു ചെറിയൊരു ക്ഷമ, അത് വേണ്ടായിരുന്നു. പക്ഷെ സായി തന്നെ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ വായിന്ന് വീണ് പോയതാ, അല്ലാതെ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ സായിയുടെ വേറെ കേസിലോട്ടൊന്നും പോയി സായിയെ ഞാൻ അങ്ങനെ കുത്താറില്ല. എന്താ പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ സായി കാണിക്കുന്നതിനകത്ത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാറുണ്ട്. പക്ഷെ
ഒരു പരിധി കൂടുതൽ പേഴ്സണൽ പരിപാടികൾ വിളിച്ച് ഞാൻ സംസാരിക്കാത്തതാണ്. ഇന്നലെ ഒരു സ്ഥലത്ത് എന്റെ വായിന്ന് അറിയാതെ വീണു. അത് വേണ്ട, അത് ശരിയല്ല. ഞാൻ മാക്സിമം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ അവോയ്ഡ് ചെയ്ത് തന്നെ സംസാരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സായിയുടെ വീഡിയോയിലേക്ക് പോകാം. സായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടെ. സായി അണ്ണ, ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. അണ്ണൻ വീണ്ടും വീണ്ടും എയറിലോട്ട് പൊക്കോണ്ടിരിക്കുക. അണ്ണന്റെ കയ്യിൽ നിൽക്കത്തില്ല ഇത്. ആദ്യമേ ഞാൻ അങ്ങ് പറഞ്ഞേക്കോ, വെളുപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മണ്ടന്മാരല്ല, അത്രേ ഉള്ളൂ. ഒന്നും PR ടീമിന് വേണ്ട. ഓക്കെ, നോട്ട് ദിസ്, PR ടീമിന് വേണ്ട. ഇവന്മാർ എന്തുകൊണ്ട് ഞാൻ ഉണ്ണി മൂന്തനെ പേഴ്സണലി പറഞ്ഞില്ല, ഉണ്ണി മൂന്തനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഉണ്ണി മൂന്തൻ്റെ അഭിനയത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഉണ്ണി മൂന്തനെ, എൻ്റെ പൊന്നു മക്കളെ, ഞാൻ എൻ്റെ മൂവി റിവ്യൂവിൻ്റെ നിങ്ങളാ എടുത്ത് വെച്ച് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ്ലി കാണും. ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ പോർഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു പോർഷൻ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ണി മൂന്തൻ എന്ന് പറയുമ്പോഴും മാർക്കൊന്നുമില്ല, ആ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു ടൈമിൽ ആ ഒരു കോളും ക്ലാഷും ഉണ്ടാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക്. ഞാൻ പേഴ്സണലി അയാളെ പറയുന്നു. അപ്പോൾ പിന്നെ നല്ലതും ചീത്തയും പറയണ്ട. അണ്ണൻ നല്ലതും ചീത്തയൊക്കെ പറയണ്ട. അപ്പൊ അണ്ണൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ. അണ്ണൻ പിന്നെ മക്കളെ എന്നൊക്കെ നമ്മളെ വിളിച്ചോണ്ട് അങ്കിള് ഈ ഒരു പറഞ്ഞ കാര്യം എന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യമാണിത്. അതായത് ആ സിനിമയിൽ അഭിനയിച്ച നായകനെ പറ്റി ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. അതിനകത്ത് അഭിനയിച്ച സിദ്ദിഖിനെ പറ്റിയും ജഗദീഷ് ചേട്ടനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ പറയുന്നത് ആ ക്യാരക്ടറിനെ അല്ലേ ഞാൻ പറയേണ്ടത്, അതൊരു സിനിമയല്ലേ, അതിനകത്ത് ക്യാരക്ടറിനെ എടുത്തു വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. താങ്കളുടെ ആ ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ താങ്കളുടെ പെർസ്പെക്റ്റീവ് എല്ലാത്തിനെയും ഞാൻ സമ്മതിക്കുന്നു. എന്നിട്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലത്തെ ആ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. താങ്കൾ മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ അങ്ങനെ ചെയ്ത നിങ്ങൾ എന്തുകൊണ്ട് ജഗദീഷ് ഏട്ടന്റെ ക്യാരക്ടറിന്റെ പേരും സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിന്റെ പേരും എടുത്തു വെച്ച് ആ ഒരു ക്യാരക്ടറിനെ വെച്ച് സംസാരിച്ചില്ല? എന്തുകൊണ്ടാ ചെയ്യാഞ്ഞത്? അവരുടെ പോഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ജഗദീഷും ഈ സിദ്ദിഖൊന്നും തന്നെ അല്ലേ താങ്കൾ പറഞ്ഞത്? ആണല്ലോ, അല്ലാതെ അവരുടെ ക്യാരക്ടറിന്റെ പേരല്ലല്ലോ പറഞ്ഞത്. കൂട്ടുകാരനും കൂട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു മണ്ടത്തരം. അതായത് വർഷങ്ങളായിട്ട് സിദ്ദിഖേട്ടനും ജഗദീഷ് ഏട്ടനും ഒക്കെ ഇവിടെ ഈ ഒരു ക്യാരക്ടർ, ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്ത് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്റെ അറിവില് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ജഗദീഷ് ഏട്ടൻ ഒരു നെഗറ്റീവ് സൈഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ട്. പണ്ട് തൊട്ടേ ഒന്നും ചെയ്യുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾക്ക് നമ്മളെക്കാട്ടിലും അറിവുള്ളവരാണ്, ഓക്കെ. പക്ഷേ ഈ ജഗദീഷും സിദ്ദിഖിന്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ് അവർ ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്കോ എന്ന ക്യാരക്ടർ ചെയ്ത ആ വ്യക്തിക്ക് ആ ഒരു ക്യാരക്ടർ, അതൊരു സിനിമയിലാണെങ്കിൽ പോലും അത് ചെയ്തൊരു നടനൊരു പേരില്ലേ, ആ പേരെടുത്തു വെച്ച് പറയാൻ പറ്റാത്തത് നിങ്ങളുടെ ഈഗോ കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ പറയുന്നില്ല. എടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ? അത്രേ ഉള്ളൂ, നിസ്സാര ചോദ്യം. എന്തുകൊണ്ട് പറഞ്ഞില്ല? വേറെ കൂടുതലൊന്നും എനിക്ക് അതിനകത്ത് നിങ്ങൾ വൺ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഞാൻ പറയുന്നില്ല. മറ്റവരുടെയൊക്കെ പേര് പറയാമെങ്കിൽ ഇയാളുടെ പേര് പറഞ്ഞാൽ എന്താ? അത്രേ ഉള്ളൂ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ PR-ന്റെ ആളായി പോവല്ലേ? വന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ടാണ് എനിക്ക്. അതാണ് വെയിറ്റ് ചെയ്ത് നിങ്ങൾ ബാക്കി കാണ്. മനസ്സിലായോ? നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട. ഞാൻ ആ ക്യാരക്ടർ വൈസ് മാത്രമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എടുത്താ പറഞ്ഞു, നമ്മളാ പറയുന്നത് ആ ക്യാരക്ടറിനെയാണ്. ചില പോർഷൻസിൽ നമുക്ക് മിസ്സായ കാര്യങ്ങൾ എനിക്കും ജിത്തുവായിക്കും പേഴ്സണലി കണക്റ്റ് ആവാതെ പോയതോ അല്ലെങ്കിൽ എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓവർ ആയല്ലോ എന്ന് തോന്നിയ പോർഷൻസ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അണ്ണാ, ഞങ്ങളും അത്രേ ചെയ്തിട്ടുള്ള അണ്ണാ. ഇന്നലെ നിങ്ങളും നിങ്ങളുടെ ജിത്തുബായും കൂടെ ഇരുന്ന് റിവ്യൂ ചെയ്തതിനകത്ത് കുറച്ച് ഓവറായി പോയെന്ന് നമുക്കൊക്കെ തോന്നി. നമ്മളും അതേ പറഞ്ഞിട്ടുള്ളൂ. അറ്റ്ലാസ്റ്റ് ഇന്നലെ ഇറങ്ങിയ പടവാടോ അത്. ഈ ഷസാമും കോക്കും അവരുടെയൊക്കെ റിവ്യൂ നിങ്ങളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. പക്ഷെ ഷസാം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇന്നലത്തെ റിവ്യൂലാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തി. ഷസാം അപ്പോഴും ആ വീഡിയോയിൽ പറഞ്ഞു സ്പോയിലർ ഉണ്ട്, ഞാനത് പിന്നെ അടുത്ത വീഡിയോയിൽ ചെയ്യും. അതാണോ മാന്യത? പടം ഇറങ്ങിയ ദിവസം തന്നെ ആ പടത്തിനെ വലിച്ചു കീറിയിട്ടുണ്ടല്ലോ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിച്ചിട്ട് പിന്നെ വന്നിരുന്ന് കഥ പറയാൻ നിൽക്കരുത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അതിനകത്ത് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ റിലീസായ ഒരു പടവാ. എടോ, താൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? തനിക്ക് അതിന്റെ പുറകിൽ നിന്നുള്ള കഷ്ടപ്പാട് തനിക്കറിയോ? ഒരു കാട്ടിൽ ഈ സിനിമയായിട്ട് വെച്ച് ഞാൻ പറയുകയല്ല, മൊത്തത്തിൽ ഞാൻ ഒരു ഇൻസൈഡ് ഒരു ഫോറസ്റ്റ് ഒക്കെ ഒരു ഷൂട്ട് വരുമ്പോഴത്തേക്ക് ഈ ക്യാമറ ക്രൂ ഒക്കെ ഈ ഒരു ക്യാമറയും സാധനങ്ങളും ഒക്കെ പൊക്കിയെടുത്ത് അതിനകത്ത് പോയി ഷൂട്ടും ചെയ്ത് മലവണ്ടയ്ക്കും ഒക്കെ പോയി ഷൂട്ടൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന അവരുടെ ഒരു കഷ്ടപ്പാടുണ്ട്. ആ ഒരു കഷ്ടപ്പാടിന് ഇത്തിരി വില കൊടുക്കുക. താനും ഞാനും ഒക്കെ, താൻ കാരണത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ കഥ പറയുന്നതാണക്കല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്. എന്ന് വെച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ബോറാണെങ്കിൽ നമുക്ക് ബോറാന്ന് പറയാം. പക്ഷെ അതിനൊരു മാന്യതയുണ്ട് പറയുന്ന രീതിക്ക്. മനസ്സിലായില്ലേ?
അത് പറഞ്ഞു പോവുക. അത് ഫസ്റ്റ് ഡേ തന്നെ ഒരു ലിമിറ്റ് വെച്ചൊന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് താൻ കാണിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ തന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ ഈ കണ്ട നാട്ടുകാരൊക്കെ എന്താ പൊട്ടന്മാരാണെന്നാണോ അപ്പൊ സായി പറയുന്നത്? ഇല്ലെങ്കിൽ ഈ വന്ന് കമന്റ് ഇട്ടവരെല്ലാം PR-കാരാണെന്നോ? സായി മണ്ടന്മാരല്ല സായി ഈ നാട്ടിലുള്ളത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഫീലിംഗ് ഷെയിം എന്നല്ല പറയണ്ട, വോട്ട്. തനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു ബുദ്ധിയുള്ള വ്യക്തിയല്ലേ താൻ? താൻ എന്തോ വിചാരിക്കുന്നത്? നാട്ടുകാരൊക്കെ ബാക്കി കണ്ട് ഞാൻ എല്ലാവരെയും പോലെ വന്നിരുന്ന് റിവ്യൂ പറയാൻ പറ്റൂ. ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് പറയും, ചിലർ പേടിക്കും. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു മാസീവ് PR അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മാസീവ് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ചിലർ റിവ്യൂ ചെയ്യില്ല, ചിലർ ഉണ്ണിമുന്തം പടം വരുമ്പോഴത്തേക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോവും. അപ്പൊ ഉണ്ണിമുകുന്ദം പടം അത് നിങ്ങൾ ഒന്നൊന്ന് ശ്രദ്ധിച്ചോണോ? അതെ പറഞ്ഞു വെച്ചത് കണ്ടല്ലോ. ഉണ്ണിമുകുന്ദം പടം ഇറങ്ങുമ്പോ ചിലർ നല്ലത് മാത്രം പറഞ്ഞിട്ടങ്ങ് പോവുകയെന്ന്. അപ്പൊ ഇന്നലെ അണ്ണൻ ഒഴിച്ച് ബാക്കി റിവ്യൂ ചെയ്ത ആളുകൾ എല്ലാവരും ഉണ്ണിമുകുന്ദനെ പേടിച്ചിട്ട് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോയതെന്നാണോ അണ്ണൻ പറഞ്ഞു വെക്കുന്നത്? അല്ല, മനസ്സിലാവുന്നില്ല. താങ്കൾ മാത്രം ദ ബെസ്റ്റ് റിവ്യൂവർ ഓഫ് കേരള എന്ന് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു തരാം അണ്ണ. അണ്ണ, അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ നാശത്തിലേക്ക് നമ്മൾ പോകും. നിങ്ങളുടെ കാര്യത്തിൽ അതാ കുറച്ച് നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സോറി, എനിക്കത് പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തന്നെ അത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഉണ്ണിമുകുന്ദന്റെ ആണെന്ന് കാണുമ്പോഴത്തേക്കോ താൻ എന്ത് വർത്താനോടോ പറയുന്നത്? എന്ത് വർത്താനോ താൻ പറയുന്നത്? ഇപ്പൊ താൻ പേഴ്സണലി ആ നടനോടല്ല ആ ഒരു പേഴ്സൺ കളിച്ച് തന്റെ വായിന്ന് ഇപ്പൊ വീണു. അതാണ് താൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനല്ലേ തോന്നുന്നത്? നിങ്ങൾ പറ കമന്റ് ബോക്സിൽ. ഇല്ലെങ്കിൽ എന്താ ഇപ്പൊ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാരണം ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ വളരെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ പോയി നോക്കുമ്പോൾ മെജോറിറ്റി കമൻറ്റും ഈ ഗ്രഡ്ജ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രഡ്ജ് വെച്ച് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയെ ഇങ്ങനെയല്ലല്ലോ റിവ്യൂ ചെയ്യുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ആലോചിച്ചണ്ണ, ഇങ്ങനെ അല്ലാതെ വേറെ എങ്ങനെയാണ പറയുന്നത്? അല്ല, ഒന്ന് പറഞ്ഞ അണ്ണൻ വന്നിരുന്ന അണ്ണന് മൊത്തത്തിൽ ഈ പടം കൊള്ളത്തില്ല, വെറും വൃത്തികെട്ട പടം എന്ന് അണ്ണന് പറയാൻ പറ്റുമോ? അങ്ങനെ വല്ലതും ആയിരുന്നു അണ്ണൻ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന എയറിലൊന്നും അല്ല, അങ്ങ് പോയേനെ, മേപ്പോട്ട് പോയേനെ, വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ചവിട്ടിയേനെ. മനസ്സിലായില്ലേ അണ്ണാ? ഞാൻ വീണ്ടും പറയുന്നു, അണ്ണന് മാത്രമല്ല കുരുട്ടി ബുദ്ധിയുള്ളത്, ഇവിടെ പിന്നെ വേറെ ആൾക്കാരുണ്ട്. ഒറ്റയടിക്ക് അണ്ണനെ അടിക്കാൻ പറ്റത്തില്ല. അണ്ണൻ ഇന്നലെ അണ്ണന്റെ റിവ്യൂ പ്രോപ്പർ ആയിട്ടിരുന്ന് കാണുന്ന ഓരോ ആളുകളും ഇന്നലെ തെറി പറഞ്ഞവരൊക്കെ അങ്ങനെയുള്ളവരാടോ. അങ്ങനെയുള്ളവരാ ആൾക്കാർ. മണ്ടന്മാരല്ല സായി. താങ്കൾ എന്താ അതെന്താ തനിക്ക് മനസ്സിലാവാത്തത്? താൻ കാണിക്കുന്നത് തനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്നാണോ തന്റെ വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം തെറ്റാ. വന്നിരുന്ന് ഇന്നലെ കാണിക്കുന്ന കാട്ടായം കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ആ സിനിമയിൽ പോയിന്റ് ടു പോയിന്റ് എനിക്ക് ഒരു മൂവി കാണുമ്പോൾ നമുക്കതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീൽ ചെയ്യും. ആൻഡ് തോന്നിയ കുറച്ച് പോർഷൻസ് അത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പോസിറ്റീവ് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അണ്ണാ, ഞങ്ങൾക്കൊന്നും തോന്നിയില്ല അണ്ണൻ അതിന് മാത്രം പോസിറ്റീവ് ആരി വെതറിയെന്ന്. അണ്ണൻ എന്തെങ്കിലും ഒരു ആ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കണ്ടുപോയിക്കോ. അണ്ണൻ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വിതറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറ്റേ ചോക അടിക്കും. അത് അങ്ങനെയാണ്. മറ്റെന്താ ചോര ഭയങ്കരമായിട്ട് വയലൻസും സാധനമൊക്കെ അടിപൊളി, പക്ഷെ ബ്ലഡ് കുറച്ച് കൂടിപ്പോയതുപോലെ. എന്നാടോ തന്നോട് പറയേണ്ടതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വയലൻസ് ഒക്കെ അടിപൊളി, അവർ പറഞ്ഞ പോലെ സെറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ബ്ലഡ് കുറച്ച് കൂടിപ്പോയ ബാക്കി. അതിൽ ഉണ്ണിമുകുന്ദനെ തന്നെ പോസിറ്റീവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് അണ്ണം ലാലേട്ടന്റെ പടം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ലാലേട്ടനെ അണ്ണം പോസിറ്റീവ് പറയത്തില്ല, അല്ലെങ്കിൽ ലാലേട്ടന്റെ അഭിനയം കൊള്ളത്തില്ലെങ്കിൽ ലാലേട്ടൻ കൊള്ളത്തില്ല, ലാലേട്ടന്റെ അഭിനയം പോരായിരുന്നു എന്ന് അണ്ണം പറയത്തില്ലേ? അല്ല, മമ്മൂക്കയുടെ ആണെങ്കിലും അണ്ണൻ അങ്ങനെ ചെയ്യത്തില്ലേ? ഈ ഉണ്ണിമുകുന്ദന്റെ മാത്രം എന്താ അണ്ണനത് പറ്റാത്തെ? അണ്ണ ഒന്നെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയണം. ആ ക്യാരക്ടർ, ഈ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തൊരു മനുഷ്യനാണ്, മൃഗമൊന്നും അല്ല. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് പറഞ്ഞ് അയാൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം കൊള്ളാം, ഇല്ലെങ്കിൽ അഭിനയം കൊള്ളത്തില്ല. ഇത് പറയാം. അതൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ കാണുന്ന ഞങ്ങൾ എന്താ വിചാരിക്കണ്ടേ? അയ്യോ, അത് സായി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള വ്യക്തി, സായി അങ്ങനെയൊക്കെ പറയുള്ളൂ, സായി ദ മോസ്റ്റ് പവർഫുൾ മാൻ ഓഫ് കേരള, മലപ്പുറത്തിന്റെ ചങ്ക് എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കണ്ടേ? അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, അതിഭീകരമായിട്ടുള്ള പ്രൊമോഷൻ ടാക്ടിക്സിൻ്റെ ഒരു ഭാഗമാണ്. അതിലൂടെ എനിക്കും പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അങ്ങനെ ഒരു ഉണ്ട്, അടുപ്പിലൂതുന്നതിൻ്റെ ആസനത്തിലൂടാനുള്ള പരിപാടി, അങ്ങനത്തെ സാധനത്തിലൂടെ എനിക്കും കിട്ടുന്നുണ്ട്.
അണ്ണന് കിട്ടുന്നുണ്ടെണ്ണ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതാൻ പോകുമ്പോൾ നോക്കിയും കണ്ട് ഊതാൻ പോണം, അല്ലെങ്കിൽ ചിലപ്പം തീട്ടം മോന്നൊക്കെ ഇരിക്കും കേട്ടാ. ഇപ്പൊ പറ്റിയിരിക്കുന്ന കണക്ക് തൂത്ത് കളഞ്ഞേക്ക്. ബിക്കോസ് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ വിക്കി ഇതൊക്കെ ഇന്നലെ വിക്കി അളിയൻ നല്ല രീതിയിൽ അടിച്ച് പരത്തി വിട്ടിട്ടുണ്ട്. വിക്കി അളിയൻ അടിച്ച് പരത്തി വിട്ടിട്ടുണ്ടെന്ന് സംഗതി വേറൊന്നുമല്ല. വിക്കി ഇന്നലെ റിവ്യൂ ചെയ്തത് അങ്ങ് അടിച്ച് പരത്തിയെന്നാണ് അണ്ണൻ പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണുക. ഞാൻ കണ്ടതാണ്, എനിക്ക് അങ്ങനെ വലിയ അടിച്ചു പരത്തലായിട്ടൊന്നും തോന്നിയില്ല. അടിച്ച് പരത്തി തേച്ചൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്ന 1 മണിക്കൂർ മുമ്പ് വിക്കി അളിയൻ വിക്കി അളിയനൊക്കെ ആയി. അപ്പൊ വിക്കി അളിയൻ ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. സായിയുടെ ഞാൻ ഇന്നലെ ചെയ്ത് ആ ഒരു ടൈപ്പ് ഓഫ് സാധനം പിടിച്ചിട്ട്, അതായത് റിയാക്ഷൻ, സായിയുടെ റിവ്യൂവിനെ വെച്ചിട്ട് ഒരു റിയാക്ഷൻ കുറച്ചു മുമ്പ് വിക്കി ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്ന് സായി അണ്ണ, നിങ്ങൾ പോയി കാണാൻ നിൽക്കണ്ട. നിങ്ങൾ ബാക്കി വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണും. സായി കാണാൻ നിൽക്കണ്ട. സായിക്ക് പിന്നെ സങ്കടമാവും. അതുകൊണ്ടാ ഇപ്പൊ ഈ വന്നിരുന്ന് വിക്കി അളിയനൊക്കെ വിളിച്ചിട്ട് നാളെ വന്നിട്ട് വിക്കി അളിയനെ ചിലപ്പോൾ അണ്ണം വിളിക്കും, മാറ്റി വിളിക്കേണ്ട വരും. നാട്ടുകാർ പിന്നെ അണ്ണനെ കൊടുക്കും. മനസ്സിലായില്ലേ? സായിന്ന് വിക്കി കൊടുക്കേണ്ടത് നല്ല രീതിയിൽ തന്നെ വിക്കി പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ട്. എടാ കറക്റ്റ് ആയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണും. വെറുതെ വിക്കിയുടെ തോളത്ത് കൈയിടാൻ പോയതാ, അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ബട്ട് ദ ഗെയിം സ്റ്റേസ് ഹിയർ. സീക്രട്ട് ഏജന്റ് ഉണ്ണിമൂന്നൻ എന്ന് പറഞ്ഞ ഗെയിമാണ് ഇവിടെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തരം കുത്തിക്കഴപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള PR വർക്ക്സ് ഉണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാവൂലേ, വ്യൂവേഴ്സിന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് ഞാൻ BB ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഈസ് എ സർട്ടൻ PR ടീം, സിനിമ PR ടീം ബിഹൈൻഡ് മീ. അവർക്ക് എൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിലാണ് അവർക്ക് പൊളിച്ചെഴുത്ത് നടത്തേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അത് 100% നടക്കില്ലത്. കാരണം ഈ അണ്ണന് ക്രെഡിബിലിറ്റി ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോയി അണ്ണ, അതൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് നിങ്ങൾക്ക് എനിക്കറിയത്തില്ല കേട്ടോ അണ്ണൻ എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ. അണ്ണൻ ഒരു ഷോയിലേക്ക് പോയി, ഇപ്പൊ അണ്ണൻ തന്നെ പറഞ്ഞോണ്ട് BB കണ്ടതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ. അന്ന് അണ്ണന് ആരെങ്കിലും ഒക്കെ മറ്റേ ഈ കമന്റ് ഇട്ടേന് അണ്ണന് പറയായിരുന്നു PR ടീം ആണെന്ന് അണ്ണന് പറയായിരുന്നു. അണ്ണൻ പറഞ്ഞിട്ടുമുണ്ട് PR ആണ് അണ്ണനെ കളി, അത്രയ്ക്കും ഗംഭീരമായി കളി കാഴ്ചവെച്ച് തിരിച്ചു വന്ന അണ്ണൻ അപ്പൊ പറഞ്ഞു അണ്ണനെ സെറ്റ് ചെയ്യുന്ന PR ടീം ആണെന്ന്. അണ്ണ ഇപ്പൊ അണ്ണൻ എന്ത് കണ്ടിട്ടാണ് അണ്ണ പറഞ്ഞേ? സിനിമാക്കാര് അണ്ണനെതിരെ PR വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? താങ്കൾ ആരാണ് അതിന്? എനിക്ക് ഇത്ര ചോദിക്കാറുള്ളൂ, താങ്കൾ ആരാണ്? ഈ കാശ് കൊടുത്ത് സിനിമാക്കാര് PR വെച്ച് തന്റെ കമന്റ് ബോക്സിൽ തെറി പറയാനും തന്നെ ഇല്ലാതാക്കാൻ നോക്കാനും താങ്കൾ ആരാണ്? എടോ വല്ല മമ്മൂട്ട എനിക്ക് പറയാന്ന് വല്ല മമ്മൂക്ക, ലാലേട്ടനാ, പൃഥ്വിരാജിനാ, അല്ലെങ്കിൽ നമ്മുടെ ദിലീപേട്ടൻ, ഇപ്പൊ ഒരു വിഷയമൊക്കെ നടക്കുന്നു, ദിലീപേട്ടന്റെ എതിരെയോ ഒക്കെ PR വെച്ചിട്ട് PR കളി നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. അണ്ണൻ ആരാണ്? അണ്ണനെതിരെ കാശ് കൊടുത്ത അണ്ണന്റെ പൊന്നെ, സ്വന്തമായിട്ട് ആരും പുകഴ്ത്താത്തോണ്ട്, സ്വന്തമായിട്ട് ആരും പുകഴ്ത്താത്തോണ്ട്, വല്ലവരും നിങ്ങളെ പുകഴ്ത്താത്തത് കൊണ്ട് സ്വന്തമായിട്ട് മറ്റേ പുകഴ്ത്തി കയറാന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്ന പരിപാടിയാണോ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ക്രെഡിബിലിറ്റി തകർക്കാനായിട്ട് സിനിമാക്കാര് നോക്കുന്നു. ആരും കേക്കണ്ട അണ്ണ, സിനിമാക്കാരൊന്നും കേക്കണ്ട. അവർക്ക് തന്നെ ചിരി വരും. ഇത് പറയുമ്പോ തന്നെ എന്റെ കയ്യിൽ നിന്നും പോകുന്ന എനിക്ക് ചിരിയും വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അണ്ണ ഏതെങ്കിലും ഒരാള് ഈ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയട്ടെ അണ്ണ, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ. അണ്ണനായിട്ട് ആരെ കൊണ്ട് ഇടിയിപ്പിക്കരുത്. കമന്റ് വേറെ ആരെങ്കിലും പറയുമോ നമുക്ക് നോക്കാം. അണ്ണന്റെ ക്രെഡിബിലിറ്റി പറയാൻ വേണ്ടി സിനിമാക്കാരെ ഏൽപ്പിക്കുന്നതാണെന്ന്. അണ്ണ ഇതൊക്കെ നാട്ടുകാർ കേൾക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത റൗണ്ട് ഊക്ക് ഞാൻ നിങ്ങളുടെ കമന്റ് ബോക്സിലുണ്ട്. ഇത് നിക്കത്തില്ല അണ്ണ. അണ്ണന്റെ ക്രെഡിബിലിറ്റി പോയി അണ്ണന് മനസ്സിലാക്കാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. അത് ആരും ചെയ്യിപ്പിച്ചൊന്നുമല്ല, അണ്ണന് തന്നെ, ഇല്ലെങ്കിൽ അണ്ണന്റെ ഫാൻസിന് പോയി നോക്കാം. അണ്ണന്റെ വീഡിയോയുടെ ഒക്കെ വ്യൂസ്, സിനിമയുടെ റിവ്യൂവിന് അണ്ണന് വ്യൂ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ അങ്ങനെയുള്ള എന്തെങ്കിലും ടോപ്പ് പരിപാടികൾ, ടോപ്പ് നോച്ച് പരിപാടികൾ, അപരാധങ്ങൾ ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അണ്ണനും വ്യൂസ് ഉണ്ട്. അതല്ലാതെ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരു സാധനം അണ്ണൻ ചെയ്യുമ്പോഴും അണ്ണൻ ഈ അടുത്തായിട്ട് ഞാൻ കാണുന്നില്ല വ്യൂസ് ഒന്നും. അതൊക്കെ അണ്ണന്റെ ഒരു സാധനം പോയത് കൊണ്ട് അണ്ണന് ആൾക്കാരെ വിശ്വാസം പോയി അണ്ണനോടുള്ള. അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് വന്നിരുന്ന് തള്ളി മറിക്കാൻ നോക്ക്. അണ്ണ ഡീസന്റ്, നമ്മൾ ആരും അത്ര വലിയ മാന്യന്മാരൊന്നും അല്ല. ഇപ്പം അണ്ണന് താങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നാളെ എനിക്ക് ചിലപ്പോ കിട്ടും. ഇതിനകത്തുള്ളതാ അതൊക്കെ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് അബദ്ധം പറ്റിയെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. മനസ്സിലായില്ലേ? അല്ലാതെ ആ സമയത്ത് നിന്ന് ഉരുണ്ട് കളിച്ച് PR ആണ്, മറ്റവര് ചെയ്യുന്നു, മറിച്ചവര് ചെയ്യുന്നു. നിങ്ങൾ ആരും മിസ് ചെയ്യരുത് വിക്കിയുടെ ആ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു മുന്നേ വിക്കി ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കാണ്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക.